പ്രാചീനമായ ഒരു നഗരത്തിന്റെ കഥകളും ഐതിഹ്യങ്ങളും സംസ്കാരവും പേർന്ന ഉജ്ജയിൻ. ഉജ്ജയിനിൽ മഹാകാലേശ്വരൻ നിൽക്കുന്നത് കൊണ്ട്, ഇവിടെ കാലഭൈരവ സാന്നിധ്യമുള്ളത് കൊണ്ട് ശിവഭൂമിയായി കരുതുന്നു. എന്നാൽ അതേസമയം ഇതൊരു ശക്തിപീഠം കൂടിയാണ്. സതീദേവിയുടെ ശരീരഭാഗങ്ങളിൽ മേൽചുണ്ട് വീണത് ഇവിടെ ഉജ്ജയിനിലാണ് എന്നൊരു വിശ്വാസമുണ്ട്. ആ പ്രദേശം ഇന്നറിയപ്പെടുന്നത് ഗത്കാളി ക്ഷേത്രം അഥവാ മഹാകാളി ക്ഷേത്രം എന്നാണ്. മഹാകാളി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എപ്പോഴും തിരക്കുള്ള, എല്ലാ ഭക്തരും എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിപീഠമാണിത്. താന്ത്രിക വിദ്യ അഭ്യസിക്കുന്നവർ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ ഗത്കാളി ക്ഷേത്രഭൂമിയിൽ വന്ന് അവരുടെ വിദ്യാമണ്ണമുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നൊരു വിശ്വാസം പണ്ടുകാലത്തുണ്ട്. സിദ്ധർകൾ പീഠം കൂടിയാണ് ഈ പ്രദേശം. സിദ്ധന്മാർ ഭഗവതിയെ ഉപാസിക്കുന്നത് ഗത്കാളിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഈ ക്ഷേത്രഭൂമി ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഒരു തിരക്കോട് കൂടിയിട്ടാണെങ്കിൽ മുൻപ് ഇത് അങ്ങനെ അല്ലായിരുന്നു. അന്നൊരു കാലത്ത് ഇവിടെ പശുവിനെയും ആടിനെയും മേച്ചു നടന്നൊരു മണ്ടനായ മനുഷ്യൻ തൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ തലയിലെഴുത്തുകൊണ്ട് ഒരു രാജകുമാരിയെ തന്നെ വിവാഹം കഴിക്കുകയാണ്. പക്ഷെ രാജകുമാരിയെ വിവാഹം കഴിച്ച അന്ന് രാത്രി രാജകുമാരിക്ക് മനസ്സിലായി താൻ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു മണ്ടനെയാണെന്ന് മനസ്സിലാക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയ ആ വ്യക്തി, ആ മണ്ടൻ അലഞ്ഞു തിരിഞ്ഞ് വന്നത് ശ്മശാനത്തിനരികിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന കാടിനകത്തെ ഒരു ക്ഷേത്രഭൂമിയിലാണ്. അന്ന് ക്ഷേത്രത്തിനകത്തിരുന്ന് തൻ്റെ വിധിയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് കരഞ്ഞു. പിന്നെ മുന്നിൽ കണ്ട വിഗ്രഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. അകത്താര് അകത്താര് എന്ന്. ശ്രീകോളിനകത്തിരിക്കുന്ന ആ മനുഷ്യൻ ചോദിച്ചു, പുറത്താര് എന്ന് ചോദിച്ചു. പുറത്ത് കാളിയാണ് വന്നിരിക്കുന്നത് എന്ന് മറുപടി കിട്ടിയപ്പോൾ, എന്നാൽ ആ കാളിയുടെ ദാസനാണ് അകത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. കാളിദാസൻ. കാളിദാസൻ ജന്മം കൊണ്ടത് ഇവിടെയാണ്. അതായത് കാളിദാസനിലെ കവി ജന്മം കൊണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. കാളിദാസന്റെ നാവിൽ നാരായം കൊണ്ട് എഴുതിയ ഭഗവതിയാണ് ഗത്കാളി. ഈ ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ ഉള്ളിലാണ് അന്ന് കാളിദാസൻ ഇരുന്നതും അന്ന് ഭഗവതി വന്നതും പിന്നെ അനുഗ്രഹങ്ങൾ നൽകിയത്. അതിനുശേഷമാണ് ശ്യാമളാദണ്ഡകം ഉൾപ്പെടെ ഭഗവതിയെ പ്രകീർത്തിച്ചുകൊണ്ട്, ഇവിടുത്തെ ഭഗവതിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ വരെ കാളിദാസൻ രചിച്ചത്. അങ്ങനെ മാതംഗിയെ ഉപാസിക്കുന്ന കാളിദാസൻ മാതംഗിയെ ഉപാസിച്ച സ്ഥലം കൂടിയാണ് ഗത്കാളി ക്ഷേത്രം. ഗത്കാളി ക്ഷേത്രത്തിന്റെ അകത്തെ കാഴ്ചകൾ വിശേഷമായതാണ്. ഏഴാം നൂറ്റാണ്ടിൽ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ചരിത്ര സൂചനകളുണ്ടെന്ന് പറഞ്ഞുവല്ലോ. പക്ഷേ ഇവിടെ 11ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ പല വിഗ്രഹങ്ങളുടെയും ബാക്കി ഭാഗങ്ങൾ ഇന്ന് ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ പുരാതനമാണ് ഈ ക്ഷേത്രം എന്നുള്ളൊരു തെളിവായി നിൽക്കുകയാണ് ഈ തലയും ഉടലും ഒക്കെ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ പോലും ഈ വിഗ്രഹങ്ങൾ. ക്ഷേത്രം വിക്രമാദിത്യ രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്നു എന്നും വിക്രമാദിത്യ രാജാവാണ് ഈ ഭഗവതിയെ ഉപാസിച്ചിരുന്ന മറ്റൊരു രാജാവ് എന്നുമുള്ളത് ഒരു ചരിത്രമാണ്. അപ്പോൾ വിക്രമാദിത്യ രാജാവിൻ്റെ ഭഗവതിയായ ഗത്കാളി. ഗത്കാളി എന്ന് പറയുമ്പോൾ കാളി സ്വരൂപത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ രൂപത്തിലുമാണ്. ദശമഹാവിദ്യകളും ഒത്തുചേർന്ന ഒരൊറ്റ ഭാവം കൈക്കൊള്ളുന്നതായിട്ടാണ് മനസ്സിലാക്കാനാകുന്നത്. ഗതകാളിയാകുന്ന മാതംഗിയെ തൊഴുതു വരികയാണിപ്പോൾ. മാതംഗി തന്നെയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഗത്കാളി എന്ന് പറയുമ്പോൾ കരുതലെഴുതുന്ന കാളി അല്ലെങ്കിൽ കോട്ട പോലെ കരുതുന്ന കാളി എന്നർത്ഥമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ദുർഗ എന്ന വാക്കിന് ദുർഗം അഥവാ കാവലിൻ്റെ കോട്ട എന്നർത്ഥമുണ്ടല്ലോ. ഇവിടെ നമുക്ക് ശരിക്കും മനസ്സിലാകുന്നു മഹാദേവനെ പോലും കാത്തുരക്ഷിച്ച, മഹാദേവനെ പോലും ത്രിപുരന്മാരെ നിഗ്രഹിക്കുവാനുള്ള ശക്തി കൊടുത്ത ഭഗവതിയാണ് മഹാകാളിയായി ഇവിടെ നിലകൊള്ളുന്നതെന്നാണ്. കാളിദാസന് അനുഗ്രഹം നൽകിയ ഭഗവതിയെക്കുറിച്ച് പറയുമ്പോൾ, മഹാദേവൻ അനുഗ്രഹം നൽകിയ ഭഗവതിയെക്കുറിച്ച് കൂടി നമ്മൾ പറയുമ്പോൾ അതെല്ലാം ഒന്നായി മഹാകാളിയായി മാറുകയാണ്. പാർവതിയായി, കൗശികിയായി, കാളരാത്രിയായി, മഹാകാളിയായി, ദുർഗയായി, ചാമുണ്ടിയായി ഒക്കെ ഭഗവതി പല രൂപങ്ങൾ കൈവരിക്കുന്നത് ഇവിടെ എത്തിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ക്ഷേത്രത്തിലെ ഓരോരുത്തരെയും ഭക്തരുടെ ഓരോരുത്തരെയും മനസ്സിലെ വിശ്വാസങ്ങൾ അത്ര തീവ്രമാണ്. പക്ഷെ അകത്തേക്ക് വന്നാൽ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായൊരു മുഖം മാത്രമേ നമുക്ക് തെളിഞ്ഞു കാണാം. വളരെ വലിപ്പമുള്ള വട്ടത്തിലുള്ള മുഖമാണ് ഭഗവതിക്ക്. എന്നാൽ നാവ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന കാളി ചിത്രങ്ങളിലെ പോലെ ഒരു ഘോരരൂപിണിയായിട്ടല്ല ഭഗവതിയെ, പക്ഷെ സങ്കല്പങ്ങളിൽ ഘോരരൂപിണിയായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ആ ഒരു വിഗ്രഹം കാണുമ്പോൾ നമുക്ക് ഒരു കൗതുകമാണ് തോന്നുക. ഓറഞ്ച് നിറത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാനാകും ഭഗവതിയെ. താഴെ ഇങ്ങനെ മുഖം മാത്രം വലിപ്പത്തിലും ഉടല് അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ തോന്നാൻ പാകത്തിനാണ് താഴത്തെ അലങ്കാരങ്ങളെല്ലാം. വിശേഷമായ ഒരു ദർശനമാണ് ഗത്കാളിയിൽ നമുക്ക് ലഭിക്കുന്നത്. ഗത്കാളി ക്ഷേത്രത്തിന്റെ അകത്തെ കാഴ്ചകളിൽ പുരാതനമായൊരു ക്ഷേത്രമല്ല നമ്മൾ കാണുന്നത്. ഒരു 7ാം നൂറ്റാണ്ട് മുതൽ നിലനിന്നിരുന്ന ക്ഷേത്രത്തിൻ്റെതായ ലക്ഷണങ്ങളൊന്നും ഇന്നിവിടെ ഇല്ല.
പക്ഷേ നമുക്ക് ഈ പുതിയതായി കാണുന്ന ക്ഷേത്രത്തിലെ മാതൃകകളെല്ലാം തന്നെ ഒരു നാഗര സമ്പ്രദായത്തിലുള്ള, അതായത് നമ്മൾ സാധാരണ ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്ന രീതിയിലുള്ളതാണ്. ക്ഷേത്രത്തിന് നേരെ മുന്നേ ഒരു പുലി ഇരിപ്പുണ്ട്. എന്നാൽ വാഹനം എന്നുള്ള സങ്കല്പത്തിൽ ആ പുലിക്ക് ഇരുവശങ്ങളിലുമായി 2 ദീപശിഖകൾ കാണാം. ഈ കാണുന്ന ദീപശിഖകൾ തനിയെ ഉണ്ടായി വന്നതാണ് എന്നും ഇവിടെ തനിയെ തന്നെ ദീപം തെളിയുമായിരുന്നു ഒരു കാലത്ത് എന്നും ഒരു ഐതിഹ്യമുണ്ട്. അതായത് പണ്ട് കാലത്ത് വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ആരും തെളിയിക്കാതെ ഈ ദീപശിഖകൾ തനിയെ തന്നെ തെളിയുമായിരുന്നു. അത് കാണാനായി ധാരാളം പേർ വരുമായിരുന്നു അത്രേ. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഈ ക്ഷേത്രം ഒരു ശക്തിപീഠം മാത്രമല്ല, സിദ്ധപീഠം കൂടിയാണ്. സിദ്ധറുകൾ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. സിദ്ധറുകളുടെ തപോഭൂമി, അവരുടെ തന്നെ യാഗഭൂമി അല്ലെങ്കിൽ അവരുടെ ധ്യാനഭൂമി കൂടിയാണ് ഇത്. അതുകൊണ്ട് സിദ്ധർപീഠം എന്നുകൂടി ഈ പ്രദേശത്തെ പറയാറുണ്ട്. ആ സിദ്ധറുകളായിരിക്കണം ഈ ദീപങ്ങൾ തെളിയിച്ചിരുന്നത്. സിദ്ധറുകളെ നമുക്ക് കണ്ണുകളിൽ കാണണമെന്ന് നിർബന്ധമില്ലല്ലോ. അതായിരിക്കണം പെട്ടെന്ന് ആരും തെളിയിക്കാതെ ദീപങ്ങൾ തെളിയുന്നതായി പണ്ട് കാലത്തുള്ളവർക്ക് അനുഭവപ്പെട്ടത് ഈ സിദ്ധറുകൾ തെളിയിക്കുന്നത് കൊണ്ടാണ് എന്നും ഐതിഹ്യമുണ്ട്. ഏതായാലും ഇന്ന് ഈ ക്ഷേത്രഭൂമിയിൽ വരുന്നവരെല്ലാം ക്ഷേത്രത്തിൽ ഭഗവതിയെ ദർശിക്കുന്ന അത്രയും തന്നെ പ്രാധാന്യത്തോടു കൂടി ദീപശിഖയെ വലം വെക്കുകയും ചെറിയ നാണയത്തുട്ടുകൾ കൊണ്ടുവന്ന് അതിൽ പതിപ്പിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്ത് പ്രാർത്ഥനകളും ഇങ്ങനെ ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകുമെന്നുള്ള വിശ്വാസമുണ്ട്. ഗതകാളിയുടെ അനുഗ്രഹം. അവിടെ തൊഴാൻ നിൽക്കുമ്പോൾ ഒരു വശത്തെ ഒരു പഴയ ചിത്രം കണ്ടു. മാതംഗി ദേവി, വീണ വായിച്ചു നിൽക്കുന്ന മാതംഗി ദേവി. അപ്പോൾ ആ മാതംഗിയെ ഉപാസിക്കുന്നവർക്കെല്ലാം വാക്കിലും വീരത്തിലും, അതായത് ജീവിതത്തിൻ്റെ ഉണർവുകൾക്കും അതുപോലെ തന്നെ ഉയർപ്പുകളിലും ഒക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവതി നൽകാറുണ്ട്. അതുകൊണ്ടാണ് മഹാദേവൻ ത്രിപുരന്മാരെ നിഗ്രഹിക്കുന്നതിന് മുന്നേ ഇവിടെ വന്ന് മഹാകാലവനത്തിൽ ചാമുണ്ടിയാണ് ആദ്യം ഉപാസിച്ചത്. ചാമുണ്ടിയിൽ നിന്നാണ് ശക്തി എടുക്കുന്നത്. അതുപോലെ പാർവതി ദേവിയുടെ കോശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന കൗശികി ദേവിയായിട്ടും ഈ ഗതകാളിയെ സങ്കല്പിക്കാറുണ്ട്. അങ്ങനെ എല്ലാം ഒത്തുചേർന്ന ചൈതന്യവത്തായ ഭഗവതി ക്ഷേത്രത്തെ തൊഴുതിറങ്ങുമ്പോൾ ഉജ്ജയിനിലെ ഒരു പ്രധാന ക്ഷേത്രം കൂടിയാണ് നമ്മൾ കണ്ടത്. Moksha, Journey to the Self.